ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൂളിയൻ ഓൾജിബ്രയെ കുറിച്ചിട്ടാണ്. എന്താണ് ബൂളിയൻ ഓൾജിബ്ര, അതുപോലെ തന്നെ ആ ബൂളിയൻ ഓൾജിബ്രയിൽ വരുന്ന കുറച്ച് റൂൾസ് അല്ലെങ്കിൽ ലോസ് ഓർ പ്രോപ്പർട്ടീസ്, ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്ന് പറയാൻ നമുക്ക് പറയാം, ബൂളിയൻ ഓൾജിബ്ര ഇസ് ദ ആൾജിബ്ര ഓഫ് ലോജിക് വിച്ച് ഇസ് എ പാർട്ട് ഓഫ് മാത്തമാറ്റിക്കൽ ഓൾജിബ്ര ദാറ്റ് ഡീൽസ് വിത്ത് ദ ഓപ്പറേഷൻസ് ഓൺ വേരിയബിൾസ് ദാറ്റ് റെപ്രസെന്റ്സ് ദ വാല്യൂ 1 and 0. അതായത് ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഓൾജിബ്രയുടെ ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ ബൂളിയൻ ഓൾജിബ്ര ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളുടെ പേരെന്ന് പറയുന്നത് ജോർജ് ബൂളി. ബൂളിയൻ ഓൾജിബ്ര നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാരിയബിൾസ് എന്ന് പറയുന്നത് 1 ഉം 0 ആണ്. നമ്മൾ പ്രപ്പോസിഷൻ പറഞ്ഞുകൊടുത്ത് ട്രൂ ഫാൾസ് പറഞ്ഞതുപോലെ ഈ ഒരു ബൂളിയൻ ഓൾജിബ്രയിലേക്ക് വരുമ്പോൾ ട്രൂ എന്ന് പറയുന്നത് 1 ഉം, അവിടെ നമ്മൾ ട്രൂ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ക്യാപിറ്റൽ ടിയും ഫാൾസിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ക്യാപിറ്റൽ എഫുമാണ്. ബൂളിയൻ ഓൾജിബ്രയിലേക്ക് വരുമ്പോൾ ട്രൂ എന്ന് പറയുന്നത് 1 ഉം അതുപോലെ തന്നെ ഫാൾസ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് ബൂളിയൻ ഓൾജിബ്രയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാരിയബിൾസ് എന്ന് പറയുന്നത് ബൈനറി വാല്യൂസ് ആണ്, 1 ഉം 0 ഉം. അതുപോലെ തന്നെ സ്വിച്ചിങ് ആൾജിബ്ര ഈസ് ആൾസോ നോൺ ആസ് ബൂളിയൻ ഓൾജിബ്ര. ബൂളിയൻ ഓൾജിബ്ര നമുക്ക് സ്വിച്ചിങ് ആൾജിബ്ര എന്ന് പറയും. അതുപോലെ തന്നെ ബൂളിയൻ ഓൾജിബ്രയിൽ നമുക്ക് ബൂളിയൻ ഓപ്പറേഷൻസ് നടത്താറുണ്ട്. അതിനുപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഓർ ആൻഡ് നോട്ട്. ഇതിനെക്കുറിച്ചിട്ട് നമ്മളൊരു കുറച്ചുകൂടി ബ്രീഫായിട്ടുള്ള ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, എല്ലാവരും ഒന്ന് കാണുക. ഇനി നമുക്ക് പറയാനുള്ളത് ബൂളിയൻ ഓൾജിബ്രയിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ബൂളിയൻ വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. അത്തരം ഓപ്പറേഷൻസിനെ നമുക്ക് ബൂളിയൻ ഓപ്പറേഷൻസ് എന്ന് പറയാം. ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ അവിടെ നിന്നുണ്ടായിരിക്കണം ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കണം. ആ ഒരു ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ലോജിക്കൽ അഡീഷൻ. ഒന്നാമത്തെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ലോജിക്കൽ അഡീഷൻ. അതിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്. ലോജിക്കൽ അഡീഷൻ. ഈ ഒരു ലോജിക്കൽ അഡീഷൻ നമുക്ക് എന്ത് പറയാം, ഓർ ഓപ്പറേറ്റർ എന്ന് പറയാം. നമ്മൾ പ്രപ്പോസിഷൻ പറഞ്ഞുകൊടുത്ത് ആൻഡ് ഓപ്പറേറ്ററും ഓർ ഓപ്പറേറ്ററും അതുപോലെ തന്നെ നോട്ട് ഓപ്പറേറ്ററിനെ കുറിച്ചിട്ടും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ലോജിക്കൽ അഡീഷൻ, ഈ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് പ്ലസ് ആണ്. അതെന്താണ്, അതിനെ ഓർ ഓപ്പറേറ്റർ എന്നും പറയും. നമുക്ക് ഓർ ഓപ്പറേറ്ററിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. പ്രപ്പോസിഷൻ പറഞ്ഞുകൊടുത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂവും ഫാൾസും ആകുന്ന ആ ഒരു രീതിയായിരുന്നു. ബൂളിയൻ ഓൾജിബ്രയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന രൂപത്തിലാണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടും വാല്യൂസും അതുപോലെ തന്നെ ഔട്ട്പുട്ട് വാല്യൂസ്. ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രൂപത്തിൽ എയും ബിയും, അതായത് ഓർ ഓപ്പറേറ്റർ നടത്തണമെങ്കിൽ രണ്ട് എലമെൻറ്റ് വേണം, എ പ്ലസ് ബി. ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക, ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. എയും ബി എന്താണ്, വേരിയബിൾസ് ആണ്. അതുപോലെ തന്നെ പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്ററാണ്. ഏത് ഓപ്പറേറ്റർ, ഓർ ഓപ്പറേറ്ററാണ്. ഇതിനെ മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം, എ പ്ലസ് ബി എന്ന് പറയുന്നത് മൊത്തത്തിൽ എന്ത് പറയാം, ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയാം. അപ്പോൾ ബൂളിയൻ എക്സ്പ്രഷനിൽ ഇൻപുട്ട് വാല്യൂസ് എന്ന് പറയുന്നത് എയും ബിയും, രണ്ട് ഇൻപുട്ട് വാല്യൂസ് ആണ് ഉണ്ടാവുക. രണ്ട് ഇൻപുട്ട് വാല്യൂസ് ആണെങ്കിൽ അതിൻ്റെ മാക്സിമം കോമ്പിനേഷൻ എന്ന് പറയുന്നത്, രണ്ട് ഇൻപുട്ട് വാല്യൂസ് ആണെങ്കിൽ അതിൻ്റെ മാക്സിമം കോമ്പിനേഷൻ എന്ന് പറയുന്നത് 2² ആണ്. 2² ഈക്വൽ ടു എന്താണ്, 4 ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായാലും ഈ ഓപ്പറേറ്റർ എ പ്ലസ് ഓപ്പറേറ്റർ നടത്തിയിട്ട് എ പ്ലസ് ബി, ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്. അതായത് ഇൻപുട്ട് വാല്യൂസ് എയും അതുപോലെ തന്നെ ബിയും വരുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കണ്ടെത്താൻ പോകുന്നതിൻ്റെ ട്രൂത്ത് ടേബിൾ, അതിൻ്റെ ചാൻസസ് ടു ഒക്കർ. അതിൻ്റെ 4 കോമ്പിനേഷൻസ് ആണുള്ളത്. ഇതിലെന്താണ്, പ്രപ്പോസിഷൻ പറഞ്ഞത് ട്രൂവും ഫാൾസും ആണെങ്കിൽ ഇവിടെ എന്താണ് 1 ഉം 0 ആണ്. നമ്മളെന്ന് പറഞ്ഞു ബൈനറി വാല്യൂസ് ആണ്. അപ്പോൾ ഇൻപുട്ട് വാല്യൂസ് ആയിട്ട് കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് വാല്യൂസ് ഒന്നെങ്കിൽ എന്താ എയും ബി, എന്താണ് ഇൻപുട്ട് വാല്യൂസ് എയും ബി എന്താണ് രണ്ടും 0 ആകാം. അത് 0 ആണെങ്കിൽ എന്തായിരിക്കും, ഫാൾസ് ആണ്. 1 ആണെങ്കിൽ ട്രൂ ആണ് എന്ന രൂപത്തിലാണ്. അതായത് മാത്തമാറ്റിക്സിൻ്റെ രൂപത്തിലാണെങ്കിൽ, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട
രൂപത്തിലേക്ക് ഇൻപുട്ട് വാല്യൂ എന്ന് 0 എന്ന് പറയുന്നത് എന്താണ്, ലോ ഇൻപുട്ടാണ്. 1 എന്ന് പറയുന്നത് എന്താണ്, ഹൈ ഇൻപുട്ടാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ട്രൂ ഫാൾസ് എന്ന രൂപത്തിൽ കൺസിഡർ ചെയ്താൽ മതി. 0 എന്ന് പറയുന്നത് എന്താണ്, ഫാൾസ് ആണ്. അതുപോലെ തന്നെ 1 എന്ന് പറയുന്നത് എന്താണ്, ട്രൂ ആണ്. ഇൻപുട്ട് വാല്യൂസ് എയും ബിയും 0 ആണെങ്കിൽ എ പ്ലസ് ബി ഓർ ഓപ്പറേറ്റർ നടത്തുമ്പോൾ രണ്ടും ഫാൾസ് ആണെങ്കിൽ, സപ്പോസ് പറഞ്ഞത് രണ്ടും ഫാൾസ് ആണെങ്കിൽ എന്തായിരിക്കും, ഫാൾസ് ആണെന്ന് പറഞ്ഞതുപോലെ രണ്ടും 0 ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫാൾസ് തന്നെയാണ്. ബൂളിയൻ ഓൾജിബ്ര ആയതുകൊണ്ട് അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ 1ഉം 0 ആയതുകൊണ്ട് 2 0യും വന്നാൽ എന്താണ്, 0 + 0 എന്താണ്, 0 ആണ്. മാത്തമാറ്റിക്കൽ അഡീഷൻ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ 0 + 0 എന്താണ്, 0.0 ആണ്. പിന്നെ അടുത്തൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് 1 ആകാനുള്ള ചാൻസ്, അതുപോലെ ബി 0 ആവുക. അതായത് മറ്റൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് 0 1, അതുപോലെ തന്നെ രണ്ടും 1 ആവാനുള്ള ഒരു കോമ്പിനേഷൻ. അപ്പോൾ 0 + 0 എന്താണ്, 0 ആണ്. 1 + 0 എന്താണ്, മാത്തമാറ്റിക്സിൽ തന്നെ 1 + 0 എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ തന്നെ നമ്മൾ പ്രപ്പോസ് പറഞ്ഞത് രണ്ടും ട്രൂ ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേത് ഫാൾസ് ആയാലും ട്രൂ ആയാലും എന്ത് തന്നെയാണ്, ട്രൂ തന്നെയാണ്. രണ്ടും, അതായത് ഓർ ഓപ്പറേറ്ററിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ രണ്ടും 0 ആണെങ്കിൽ മാത്രമേ 0 ആവുള്ളൂ. ബാക്കിയുള്ള കേസിലൊക്കെ എന്താണ്, 1 തന്നെയാണ്. അതായത് രണ്ടും ഫാൾസ് ആണെങ്കിൽ മാത്രമേ ഫാൾസ് ആവുള്ളൂ ഓർ ഓപ്പറേറ്ററിൽ. ബാക്കിയുള്ള കേസൊക്കെ എന്താണ്, ഒരു 1 എങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ഒരു ട്രൂ എങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ള എന്താണ് കൺസിഡർ ചെയ്യേണ്ട. മറ്റൊന്ന് കൺസിഡർ ചെയ്യേണ്ടതല്ല, അതെന്താണ്, ട്രൂ തന്നെ ആയിരിക്കും. 1 + 0 എന്താണ്, 0 ആണ്. 0 + 1 എന്താണ്, 1 തന്നെയാണ്. മാത്തമാറ്റിക്കൽ 1 + 1 ഈ ഒരു കേസിൽ 2 ആണെന്ന് എഴുതി വെക്കരുത്. 1 ട്രൂ ആണ്, ബിയും ട്രൂ ആണ്. എ ട്രൂ, ബി ട്രൂ. അങ്ങനെ രണ്ടും ട്രൂ ആണെങ്കിൽ ട്രൂ തന്നെ ആയിരിക്കും. എന്താണ്, 1 തന്നെയാണ്. അപ്പോൾ ലോജിക്കൽ അഡീഷൻ എന്ന് പറയുന്നത് സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്, അതാണ് ഓർ ഓപ്പറേറ്റർ ആണ്. അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് രണ്ട് ഇൻപുട്ട് വാല്യൂസ് ആണെങ്കിൽ എന്തായിരിക്കും, 4 കോമ്പിനേഷൻ ഉണ്ടാവും. 3 എലമെൻറ്റ്സ് ആണെങ്കിൽ, 3 വേരിയബിൾസ് ആണെങ്കിൽ 2⁻³ എന്തായിരിക്കും, 8 കോമ്പിനേഷൻസ് ഉണ്ടാവും. 2 × 2 4, 4 × 2 8. അപ്പോൾ ലോജിക്കൽ അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്, രണ്ടും 0 ആണെങ്കിൽ എന്തായിരിക്കും, എയും ബിയും ഇൻപുട്ട് വാല്യൂസായി വരുന്ന രണ്ടും 0 ആണെങ്കിൽ അതെന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് 0 എന്ന് പറയുന്നത് ഫാൾസ് ആണ്. രണ്ടും ഫാൾസ് ആണെങ്കിൽ മറ്റേ ഫാൾസ് ആയിരിക്കും. മറ്റെന്താണ്, 1 ആണെങ്കിൽ എയും ബിയിൽ ഏതെങ്കിലും ഒന്ന് 1 ആണെങ്കിൽ, രണ്ടും 1 ആണെങ്കിൽ എന്തായിരിക്കും, 1 തന്നെ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ ലോജിക്കൽ ബൂളിയൻ ഓൾജിബ്ര പറഞ്ഞു കൊടുത്ത് നമ്മൾ പറഞ്ഞിരുന്നു, കമ്പ്യൂട്ടേഴ്സ് പെർഫോം ചെയ്യുന്ന അതായത് ഈ ഒരു ഓപ്പറേഷൻസ് ഒക്കെ കമ്പ്യൂട്ടറിൽ പെർഫോം ചെയ്യുന്നത് ലോജിക് സർക്യൂട്ട്സ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഓരോ ലോജിക് സർക്യൂട്ടും മെയ്ഡപ്പ് ഓഫ് ചെറിയ യൂണിറ്റ് ഉണ്ടാകും, അതാണ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓർ ഓപ്പറേറ്ററിനെ നമുക്ക്, അഥവാ ഓർ ഗേറ്റ്, ലോജിക്കൽ ഓർ ഗേറ്റ് എങ്ങനെ വരക്കാം എന്ന് നോക്കാം. ലോജിക്കൽ ഓർ ഗേറ്റ് വരക്കൽ ഈ രൂപത്തിലാണ്. രണ്ട് ഇൻപുട്ട്, ഒരു ഔട്ട്പുട്ട്, എ ബി, എ പ്ലസ് ബി, അതായത് ലോജിക്കൽ ഓർ ഗേറ്റ്. ഇതാണെന്ത്, ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. എയും ബി എന്താണ്, ഇൻപുട്ട് വാല്യൂസ് ആണ്. എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ട് വാല്യൂസ്. ഇത്തരത്തിലുള്ള ഒരുപാട് ലോജിക് ഗേറ്റ്സ് ഉണ്ടാവും. ഇത്തരത്തിലാണ് ഈ രൂപത്തിലാണ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്, ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അത്തരത്തിലുള്ള കുറേ ലോജിക് ഗേറ്റ്സിനെ നമുക്ക് ഇത് പറയാം ലോജിക് സർക്യൂട്ട് എന്ന് പറയും. അതിൽ വരുന്ന ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് ഗേറ്റ്സ് എന്ന് പറയുന്നത്. അതിലൊരു ഗേറ്റാണ് ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഓർ ഗേറ്റ് നമുക്ക് ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക, ഇതിനെ വരക്കാറ്. എയിലും ഇൻപുട്ട് വാല്യൂസ്, എ എന്ന് പറയുന്ന 0 രണ്ട് 0 പാടെ പോകുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 തന്നെ ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് എയിൽ ബിയിൽ ഏതെങ്കിലും ഒന്ന് 1 ആണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടും 1 ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ഔട്ട്പുട്ട് എന്താണ്, ഇൻപുട്ട്. അപ്പോൾ ലോജിക്കൽ അഡീഷൻ, അതായത് പ്ലസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഓർ ഓപ്പറേറ്റർ. ഇനി അടുത്തൊരു ഓപ്പറേറ്ററാണ് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡോട്ട് എന്ന് പറയുന്നുള്ള സൈൻ ഉപയോഗിച്ചിട്ടാണ്. മൾട്ടിപ്ലിക്കേഷൻ ഡോട്ട് സൈൻ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഡോട്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേറ്ററിനെ നമുക്ക് ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറയാം. ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആൾസോ നോൺ ആസ് ആൻഡ് ഓപ്പറേറ്റർ. അപ്പോൾ ആൻഡ് ഓപ്പറേറ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ ലോജിക്കൽ അഡീഷൻ പറഞ്ഞുകൊടുത്ത് പ്ലസ് സിമ്പിൾ, പ്ലസ് നമ്മളെന്ത് പറഞ്ഞു, പ്രപ്പോസിഷൻ്റെ കേസിൽ പ്ലസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഓർ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റിങ്ഷൻ ആണ്. അതുപോലെ തന്നെ ആൻഡ് പറഞ്ഞു കൊടുത്ത അവിടെ എന്താണ്, ഡിസ്റ്റിങ്ഷൻ ആണ്. കൺജക്ഷൻ, ഡിസ്റ്റിങ്ഷൻ. അപ്പോൾ സോറി, നേരത്തെ പറഞ്ഞത് തെറ്റിണ്ടാവും. ഓർ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റിങ്ഷൻ ആണ്. അതുപോലെ തന്നെ ആൻഡ് എന്ന് പറയുന്നത് എന്താണ്, കൺജക്ഷൻ ആണ്. അവിടെ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ
സംഭവം പ്രപ്പോസലും ബൂളിയൻ ആൾജിബ്രയിലൊക്കെ സെയിം ട്രൂത്ത് ടേബിൾ തന്നെയാണ് വരാറ്. പക്ഷേ അവിടെ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ടിയും എഫും ആണെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്നത് 1ഉം 0 ആണെന്നുള്ള മാറ്റമേ ഉള്ളൂ. അതുപോലെ തന്നെ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ആൻഡ് ഓപ്പറേറ്റർ ഇതിലെന്തുണ്ട്, നമുക്ക് 2 ഇൻപുട്ട് വാല്യൂസ് ഉണ്ട്, 1ഉം 0യും. 1 ഇൻപുട്ട് വാല്യൂസ് എന്ന് പറയുന്നത് ജസ്റ്റ് എന്ത് ചെയ്യുക, എ ബി, ജസ്റ്റ് എയും ബിയും എഴുതുന്നത്. ഐ ഓർ ബി ഇൻപുട്ട് വാല്യൂസ് എന്ന് പറയുന്നതാണ് എയും ബിയും ഉണ്ട്. എ ബി, എയിലും ബിയിലും വരുന്ന കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് 2 ആണെങ്കിൽ 2 വേരിയബിൾസ് ആണെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 4 കോമ്പിനേഷൻസ് ആയിരിക്കും. 2 വേരിയബിൾസ് ആണെങ്കിൽ അതിന് കോമ്പിനേഷൻ എന്ന് പറയുന്നത് 4 2ഉം 0 ആവുള്ള ചാൻസ്. അതുപോലെ തന്നെ 1 0 0 1, അതുപോലെ തന്നെ 2ഉം 1 ആകുന്ന ഒരു ചാൻസ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഔട്ട്പുട്ടിന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ഡോട്ട് ബി എന്നാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ഡോട്ട് ബി, അതായത് ആൻഡ് ഓപ്പറേറ്റർ. ആൻഡ് ഓപ്പറേറ്ററിൻ്റെ കേസിൽ രണ്ടും ട്രൂ ആണെങ്കിൽ, അല്ലെങ്കിൽ 2ഉം 1 ആണെങ്കിൽ മാത്രം എന്തായിരിക്കുള്ളൂ, 1 ആവുകയുള്ളൂ. 2ഉം ട്രൂ ആണെങ്കിൽ മാത്രം എന്തായിരിക്കുള്ളൂ, ഔട്ട്പുട്ടും ട്രൂ ആവുകയുള്ളൂ. ബൂളിയൻ ആൾജിബ്രയുടെ കേസിൽ വരികയാണെങ്കിൽ നേരെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലേക്ക് വരാം. ജസ്റ്റ് 0 × 0 എന്താണ്, ഓൾവേസ് 0 ആണ്. 1 × 0 എന്താണ്, 0 ആണ്. 0 × 1 എന്താണ്, 0 ആണ്. 1 × 1 എന്താണ്, 1 ആണ്. അതായത് 2 0 വന്നാൽ ആൻഡ് ഓപ്പറേറ്ററിൻ്റെ കേസിൽ എന്തായിരിക്കും, 0 ആയിരിക്കും. 1ഉം 0 വന്നാലും 0 ആണ്. 0 വന്നാലും 0ഉം 1ഉം വന്നാലും 0 ആയിരിക്കും. 1ഉം 1 വന്നാൽ എന്തായിരിക്കും, 1 ഇറ്റ്സെൽഫ്. അതായത് 2ഉം ട്രൂ ആണെങ്കിൽ മാത്രം എന്തായിരിക്കും, ട്രൂ ആവുകയുള്ളൂ. 1 എന്ന് പറഞ്ഞാൽ ട്രൂ, 0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാൾസ് ആണ്. കമ്പ്യൂട്ടർ കേസിലേക്ക് വരികയാണെങ്കിൽ, ഇലക്ട്രോണിക്സ് സർക്യൂട്ട്സിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ ഹൈ ഇൻപുട്ടുമാണ്, 0 എന്ന് പറയുന്നത് ലോ ഇൻപുട്ടുമാണ്. 2ഉം ഹൈ ഇൻപുട്ട് ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് എന്തായിരിക്കുള്ളൂ, ഹൈ ആവുകയുള്ളൂ. 2ഉം ലോ ആണെങ്കിലും ഏതെങ്കിലും ഒന്നും ലോ ആണെങ്കിൽ അതെന്തായിരിക്കും, മൊത്തത്തിൽ ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത്, ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് അത് വരക്കാറ് ഈ രൂപത്തിലാണ്. അതിൻ്റെ ആൻഡ് ഗേറ്റ് വരക്കാറ്. ഔട്ട്പുട്ട്, അതുപോലെ തന്നെ 2 ഇൻപുട്ട് ഔട്ട്പുട്ട് റെപ്രസെൻറ്റ് എ ഡോട്ട് ബി, എ ബി. ഇതെന്താണ്, ആൻഡ് ഗേറ്റ്. അടുത്ത മൂന്നാമത്തെ ഒരു ഓപ്പറേറ്റർ ആണ് നോട്ട് ഓപ്പറേറ്റർ. ഇതിന് ഉപയോഗിക്കുന്ന സിമ്പൽ എന്ന് പറയുന്നത് എന്താണ്, ബാറാണ്. അതായത് വേരിയബിൾസിൻ്റെ മുകളിൽ ഒരു വര. ഇതിന് നോട്ട് ഓപ്പറേറ്റർ നമുക്ക് കോംപ്ലിമെൻ്റ് എന്ന് പറയാം. അതായത് ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് യൂണറി ഓപ്പറേഷൻസ് ആണ്. യൂണറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആ ഒരു വേരിയബിളിനെ എന്ത് ചെയ്യാണ്, വീണ്ടും എന്ത് ചെയ്യാണ്, ഓപ്പറേറ്റ്. അതായത് എ എന്ന് പറയുന്ന വേരിയബിളിനെ യൂണറി ഓപ്പറേഷൻ എ എന്ന് പറയുന്ന വാല്യൂസിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുക. ഇത് നമുക്ക് ഈ ഒരു രൂപത്തിന് വെച്ച് എ ബാർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിൽ കൊടുത്താൽ എന്താണ്, എ കോംപ്ലിമെൻ്റ് ആണ്. അതായത് എ എന്ന് പറയുന്ന വാല്യൂ 0 ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് 1. എ ഈക്വൽ ടു 1 ആണെങ്കിൽ അതിൻ്റെ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. നമുക്കതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് യൂണറി ഓപ്പറേഷൻസ് ആയതുകൊണ്ട് ഒറ്റ വേരിയബിൾസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 2 ആണ്. എ കോംപ്ലിമെൻറ്റ്, എ എന്ന് പറയുന്നത് ഇൻപുട്ട്, എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട്. എ 0 ആകുമ്പോൾ എ കോംപ്ലിമെൻറ്റ് 1 ആവും. 1 ആകുമ്പോൾ എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ നോട്ട് ഓപ്പറേറ്ററിനും അതിൻ്റേതായിട്ടുള്ള ലോജിക് ഗേറ്റ് ഉണ്ട്. ആ ലോജിക് ഗേറ്റിന് ഡിനോട്ട് ചെയ്യാറ് ഈ രൂപത്തിലാണ്. ഓർ ഗേറ്റ് നമുക്ക് വരക്കാറ്. ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഇൻപുട്ട് ഉണ്ടാവുള്ളൂ. ആ ഒരു ഇൻപുട്ട് അതിൻ്റെ ഒരു ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റിൻ്റെ ഇവിടെ എന്താ ഒരു 0 പോലെ നോട്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ. അതായത് ഇൻപുട്ട് എ ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ബാർ. നമ്മൾ 3 ഓപ്പറേറ്ററിനെ കുറിച്ച് പറഞ്ഞു. ഓർ ഓപ്പറേറ്റർ, ആൻഡ് ഓപ്പറേറ്റർ. ഓർ ഓപ്പറേറ്റർ ആകുമ്പോൾ ഒരു കർവാണുള്ളത്, ഒരു കർവ്. ഈ ഒരു കർവ് രൂപത്തിലാണ് അതിൻ്റെ എന്തിട്ടുള്ളത്, അതിൻ്റെ ആ ഒരു ഗേറ്റ് കാണിക്കുന്നത്. അപ്പോൾ ആൻഡ് ആകുമ്പോൾ എന്താണ്, സ്ട്രെയിറ്റ് ആണ്. അതുപോലെ തന്നെ നോട്ടിൻ്റെ ഗേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് നോട്ട് ഓപ്പറേറ്റർ, ആൻഡ് ഓപ്പറേറ്റർ, ഓർ ഓപ്പറേറ്റർ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ടായിട്ടുള്ള ഇതിലെന്താ ഉണ്ടായിരിക്കും, ഇതിൻ്റെ ലോസ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.